നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൺകുട്ടികളെ പാതിരാത്രിയിൽ വനിതാ ഹോസ്റ്റലിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് 1.5 മണിക്കൂർ വരെ ഇരുത്തി കരയിപ്പിക്കും. എതിർത്താൽ പെൺകുട്ടികളെന്നു പോലും നോക്കാതെ ഉപദ്രവം. കാര്യവട്ടം ക്യാമ്പസിൽ SFI നടത്തുന്ന തേർവാഴ്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലേഡീസ് ഹോസ്റ്റലിൽ കയറിയാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. ആരും ചോദിക്കാൻ ചെല്ലില്ല, ഭയമാണല്ലോ. SFI കാണിക്കുന്ന തെമ്മാടിത്തങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. അധ്യാപകരിൽ പലരും SFIക്ക് പൂർണ്ണ പിന്തുണയാണ്. ഇവരുടെ പിന്തുണയുണ്ടെങ്കിൽ അധികൃതർക്ക് പല അധികാര കേന്ദ്രങ്ങളിലും എത്തിപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഇവരുടെ തോന്നിവാസങ്ങളെല്ലാം അനുവദിച്ചു കൊടുക്കുന്നു. PhD-കാരുടെ തീസിസിൽ ഒപ്പിടില്ല. ഞങ്ങളുടെ അറ്റൻഡൻസ് വെട്ടിക്കുറയ്ക്കും. സിൻഡിക്കേറ്റിൽ നിന്നും സെനറ്റിൽ നിന്നും ഇവർക്ക് സഹായം കിട്ടുന്നുണ്ട്. ക്യാമ്പസിലെ ഒരു ക്യാമറയും പ്രവർത്തിക്കില്ല. അതൊന്നും പ്രവർത്തിക്കാൻ ഇവർ സമ്മതിപ്പിക്കില്ല. KSUവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക ചുവയോടെ പലതും സംസാരിക്കും. അവരെ ആക്രമിക്കുകയും മാല പൊട്ടിക്കുകയും ചെയ്യും. SFI അതിക്രൂരമായി മർദ്ദിച്ച കാര്യവട്ടം ക്യാമ്പസിലെ സാൻജോസ് വെളിപ്പെടുത്തിയതാണ് ഈ വിവരങ്ങളൊക്കെ. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ പെൺകുട്ടികളടക്കം നേരിടുന്നത് SFIയുടെ നിരന്തര റാഗിംഗ് ആണെന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. വീണ്ടും SFIയുടെ കലാലയങ്ങളിലെ തോന്നിവാസങ്ങൾ ചർച്ചയാകുകയാണ്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തന്നെ ആക്രമിച്ചതെന്നും ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടി വിട്ടില്ല എന്നും സാൻജോസ് പറഞ്ഞിരിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറി ഉൾപ്പെടെയുണ്ട്. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ തങ്ങുകയാണ്. KSUവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ വരെ ആക്രമണം നേരിടേണ്ടി വരുന്നുവെന്ന് സാൻജോസ് വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തുന്നുണ്ട് ദിവസവും SFIയുടെ ഇത്തരത്തിലുള്ള തേർവാഴ്ചകൾക്കെതിരെ. പക്ഷേ ഒരു അന്തിച്ചർച്ചയല്ല ആവശ്യം. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. SFIയെ ഇനിയും കയറൂരി വിട്ടാൽ സിദ്ധാർത്ഥന്മാർ ഇനിയും ഒരുപാടുണ്ടാകും. സാൻജോസ്, ആക്രമണത്തിനിരയായ സാൻജോസ് പറയുന്നുണ്ട്, ഇവരെന്നെ ആക്രമിക്കുമ്പോൾ ഒരു വേള ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്ന്. കാരണം ഞാനും അത്തരത്തിൽ അതിക്രൂരമായി മരണപ്പെടാൻ പോവുകയാണോ എന്ന് സാൻജോസ് വ്യക്തമാക്കുകയാണ്. സിദ്ധാർത്ഥൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല, കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെ ആയിരിക്കുമെന്ന്. കാരണം SFIയുടെ ഭാഗത്തു നിന്നും അത്ര ക്രൂരമായ മർദ്ദനമാണ് സാൻജോസിന് ഏൽക്കേണ്ടി വന്നത്. CPM ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് ഈ സംഘത്തെ. ഇവർക്ക് എന്തു തോന്നിവാസവും ക്യാമ്പസുകളിൽ കാണിക്കാം. കലാലയങ്ങൾ എന്നു മുതലാണ് SFIക്ക് തീരെഴുതി കൊടുത്തത്? ഇവർ കലാലയങ്ങളിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരോടും പച്ചയ്ക്ക് പറയുന്നത് ഒരു കാര്യമാണ്: ഈ ക്യാമ്പസുകളിൽ ഞങ്ങൾ മതി, നിങ്ങൾ വേണ്ട. ഇത്തരമൊരു ഭീഷണി കൊണ്ട് SFIക്കാർ എന്താണ് കരുതുന്നത്? കേരളത്തിലെ കലാലയങ്ങൾ നിങ്ങൾക്ക് തീരെഴുതി തരണമെന്നോ? ഇനി 2 വർഷം കൂടിയേ CPM ഭരണത്തിൽ ഉണ്ടാകുകയുള്ളൂ. മൂന്നാമതൊരു വട്ടം ജനങ്ങളിനി കൊടുക്കില്ല. അതിന്റെ മുന്നറിയിപ്പായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ SFIക്കും DYFIക്കും ഒന്നും CPM അധികാരത്തിൽ വേണമെന്നില്ല തോന്നിവാസം കാണിക്കാൻ. ഇവരെവിടെയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ കലാലയങ്ങളിൽ ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇനിയും സിദ്ധാർത്ഥന്മാർ ഉണ്ടാകരുത്. നമുക്കറിയാം, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ അങ്ങേ അറ്റത്തെ കൊടും ക്രിമിനലാണ്. 1046 കേസിലെ പ്രതിയാണ് ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? പൊതുമധ്യത്തിൽ പോലീസിന്റെ മുൻപിൽ നിന്നൊക്കെ നിന്നാണ് എതിരാളികളെ തല്ലും കൊല്ലും വെട്ടും കുത്തുമെന്നൊക്കെ വെല്ലുവിളിക്കുന്നത്. ആരാണ് ഇവന്മാർക്ക് ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത്? മറ്റാരുമല്ല, CPMഉം സർക്കാരും ഒക്കെ തന്നെയാണെന്ന് വ്യക്തമായിട്ടറിയാം. എങ്കിലും പറയുകയാണ്, കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്നുള്ള ക്രൂര പീഡനങ്ങൾ തന്നെയാണ്. ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണെന്ന് പറയുന്ന CPMന്റെ ഒരു സംഘടനയാണ് വിദ്യാർത്ഥിനികൾക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നമുക്കറിയാം, ആർഷോ തന്നെ തന്റെ സഹപാഠിയോട് വെല്ലുവിളിച്ചത്, മറ്റൊരു പാർട്ടിക്കാരിയാണ്, ആ സഹപാഠിയോട് വെല്ലുവിളിച്ചത് നിന്നെ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കുമെന്നാണ്. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്കെതിരെ എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? എന്തിനിവരെ വെച്ചു വാഴിക്കണം? ഇനിയും ഈ കേരളത്തിൽ സിദ്ധാർത്ഥന്മാർ ഉണ്ടാകാൻ പാടില്ല. ഒരമ്മമാരുടെയും അച്ഛന്മാരുടെയും കണ്ണുനീര് ഈ കേരളത്തിൽ വീഴാൻ പാടില്ല. ഇനിയും ഇവരെ കയറൂരി വിട്ടുകഴിഞ്ഞാൽ ഇതിലും വലിയ നാശങ്ങൾ കലാലയങ്ങളിൽ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ കലാലയങ്ങൾ വെട്ടും കുത്തും നടക്കുന്ന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു.
മാതാപിതാക്കൾക്ക് ഭയമാണ് തങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടാൻ. പഠിക്കാനായിട്ട് വരുന്ന വിദ്യാർത്ഥികളെ പോലും പഠിപ്പിക്കില്ല എന്ന വാശിയാണ് ഇവർക്കുള്ളത്. കോളേജിൽ കയറാറില്ല, ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാറില്ല, ഒരു അറ്റൻഡൻസ് പോലും ഇല്ലാത്തവർ പോലും മികച്ച വിജയമാണ് നേടുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പോലും പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് കലാലയങ്ങൾ, അവിടുത്തെ അധികൃതർ. ഇതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരു പ്രഹസനത്തിന് ക്യാമ്പസിൽ, കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന വിദ്യാർത്ഥിക്ക് നേരെ നടന്ന മർദ്ദനത്തിൽ ഇപ്പോൾ പ്രഹസനത്തിന് വേണ്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വൈസ് ചാൻസലർ. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഉടൻ തന്നെ എന്റെ മുമ്പിൽ റിപ്പോർട്ട് എത്തണമെന്നാണ് രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. ഇതുപോലെ എത്ര റിപ്പോർട്ടുകൾ ഈ ഉന്നത അധികാരികളുടെ പക്കലുണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുക്കുന്നില്ല? എത്ര SFI ക്രിമിനലുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്? സത്യത്തിൽ ഗവർണറും കോടതിയുമൊക്കെയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. പോലീസ് ഈ SFIക്കാർക്കെതിരെ ചെറുവിരൽ അനക്കില്ല, ഒരു നടപടിയും എടുക്കില്ല. ഇവരെ പേടിയാണ് പോലീസുകാർക്ക്. സർക്കാർ ഇവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടിക്കോ, സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന വാഗ്ദാനമാണ് സർക്കാർ കൊടുക്കുന്നത്. CPM പിന്നെ ഇവരെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരോ CPMോ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നത് വ്യക്തമാണ്. ഈ വിഷയത്തിൽ ഗവർണറും കോടതിയും ഹൈക്കോടതിയുമാണ് ശക്തമായി ഇടപെടേണ്ടത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കലാലയങ്ങളിൽ നിന്ന് പുറത്താക്കണം. അതാണ് ആവശ്യം. പെൺകുട്ടികൾക്ക് നേരെ പോലും അതിക്രമം കാട്ടുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കരുത്. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യവട്ടം ക്യാമ്പസിൽ നടന്നിരിക്കുന്നത് അതിക്രൂരമായ മർദ്ദനമാണ്. സാൻജോസിന് നേരെ നടന്നിരിക്കുന്നത് കൊലപാതക ശ്രമമെന്ന് തന്നെ പറയാം. കാരണം കഴുത്തിന് പിടിച്ച് അമർത്തുകയായിരുന്നു. ശ്വാസം പോലും കിട്ടാതെ കണ്ണു തള്ളി പുറത്തു വന്നു എന്നാണ് സാൻജോസും ഒപ്പമുണ്ടായിരുന്നവരും പറയുന്നത്. ഒരു സിദ്ധാർത്ഥൻ വീണ്ടും ഉണ്ടായേനെ. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് അവിടെ പോലീസ് എത്തുകയായിരുന്നു. അതും കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പെട്ടെന്ന് പോലീസ് എത്തുന്നത്. പോലീസ് എത്തുന്നതോടുകൂടിയാണ് SFI ക്രിമിനലുകൾ സാൻജോസിന് നേരെയുള്ള മർദ്ദനം അവസാനിപ്പിച്ചത്. പക്ഷേ ഇതിനിടയിലും പോലീസ് തനി കൊണം കാണിച്ചു, പിണറായി പോലീസാണെന്നുള്ളത്. SFIയെ വിട്ടിട്ട് KSUകാർക്കെതിരെ പരാതി എടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.